ഹായ് ഫ്രണ്ട്സ്, ബ്രെയിൻ ആൻഡ് ഡാൻസ്. ഡാൻസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഡാൻസ് കൊണ്ട് ആരോഗ്യം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ സുംബ ഡാൻസാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള അതായത് എക്സസൈസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡാൻസ് ബ്രെയിനിൻ്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്തുകയും സ്ട്രോക്ക്, പാർക്കിൻസൺ ഡിസോർഡേഴ്സ് പോലുള്ള അസുഖങ്ങൾക്ക് പ്രിവെൻഷനുമാണ്. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ 1 അവറെങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കണം. മിക്കവാറും ആൾക്കാർ 45 മിനിറ്റ്സാണ് ഡാൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പലരും ഇത് തൂക്കം കുറയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ 45 മിനിറ്റ്സ് ഏത് എക്സസൈസ് ചെയ്താലും നമ്മുടെ തൂക്കം കുറയില്ല. ഇതിൻ്റെ കാരണം നമ്മുടെ മസിൽസിൽ ഗ്ലൂക്കോസ് ഉണ്ടല്ലോ. ഈ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ആയിട്ടും ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ടും ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ 45 മിനിറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുമ്പോൾ ഈ ഗ്ലൈക്കോജനാണ് ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം നമ്മുടെ ഫാറ്റ് ഉരുകി ട്രൈഗ്ലിസറൈഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ എപ്പോഴും 1 മണിക്കൂർ ഡാൻസ് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഡാൻസ് കൊണ്ട് നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫസ്റ്റ് തിങ്, അത് ഡിപ്രഷൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കും. ഡിപ്രഷൻ പോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, അതായത് ഇമോഷൻസ് മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഈ ലക്ഷണങ്ങളൊക്കെ ഡാൻസ് മൂലം കുറയ്ക്കാനാകും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാൻസ് തെറാപ്പിയൊക്കെ ഉണ്ട്. ഇത് ഒരു മനുഷ്യൻ്റെ മോട്ടോർ, വൈകാരിക, ബൗദ്ധിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നു. ഡാൻസ് ചെയ്യുമ്പോൾ ഒരാളുടെ മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ ഇണങ്ങിച്ചേരുന്നു. ഇത് തന്നെയാണ് ഡാൻസ് തെറാപ്പി അല്ലെങ്കിൽ മൂവ്മെൻറ്റ് തെറാപ്പിയുടെ അടിസ്ഥാനം. മറ്റൊരു കാര്യം, ഡാൻസ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. ഡാൻസ് ചെയ്യുമ്പോൾ ബ്രെയിനിൻ്റെ പ്രവർത്തനം കൂടുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം, ഡാൻസ് വാർദ്ധക്യത്തെ അകറ്റും എന്നതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ കോളേജ് ഓഫ് മെഡിസിനിലെ ഗവേഷകർ പറയുന്നത്, ഡിമെൻഷ്യ പോലുള്ള അസുഖങ്ങൾ ഡാൻസ് കളിക്കുന്നവരിൽ 76% കുറഞ്ഞിരിക്കുന്നു എന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബ്രെയിനും ഡാൻസും വളരെ ഇൻ്റർകണക്റ്റഡ് ആണ്. അതായത് ഒത്തിരിയേറെ ഗുണങ്ങൾ ഡാൻസിൽ നിന്ന് ബ്രെയിനിന് ലഭിക്കുന്നു.
ഇനി ഡാൻസ് അറിയില്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട കാര്യമല്ല. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പ്, ഇഷ്ടമുള്ള മ്യൂസിക് ഇട്ടിട്ട് കളിക്കാവുന്നതാണ്. അത് വേറെ ആരെങ്കിലും കണ്ടു എന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ടതില്ല. അപ്പോൾ ഇനി ആരും ഡാൻസ് അറിയില്ല എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കേണ്ട. ജസ്റ്റ് ഒരു പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങിക്കോളൂ.